ഞാൻ എല്ലാവരെയും അത് കേട്ടു. 32 ഗണപതികൾ നമ്മളെ ബേലൂർ ഉത്തരമേഖലാ തന്ത്രി സമാജത്തിൻ്റെ വാർഷിക സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് വേലൂർ ക്ഷേത്രത്തിൽ നടക്കുന്ന ദ്വാത്രിംശത് വിനായകൽപ്പ യജ്ഞം, ഗണപതിമാരെ പൂജിക്കുക യജ്ഞം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വെബിനാറാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പൂജാ പഠിതാക്കൾ നമ്മളെ പ്രതീക്ഷയ്ക്കപ്പുറത്തേക്ക് വളർന്നിരിക്കുന്നതാണ്. വളരെ അക്കാഡമിക്സോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. അതിലും ഒരു ചാരിതാർത്ഥ്യമുണ്ട്. ശ്രീരാമനെ പോലെ ആളുകളും അതേപോലെ റാഞ്ചേരി പോലെ ഹരിഗോവിന്ദനെ പോലെ ആളുകളൊക്കെ വളരെ ഡെഡിക്കേറ്റഡ് ഇവരുടെ പുറകിലുണ്ട് എന്നതിൽ അറിയുന്നതിൽ സന്തോഷമുണ്ട്. പിന്നെ ഈ ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ തന്ത്രമാണ്, താന്ത്രികമായുള്ള കാര്യങ്ങളിലൊക്കെ പറയുമ്പം ഗണപതി സങ്കല്പം വളരെ പ്രാകൃതവും അതേസമയം പ്രാകൃതം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കേണ്ട, താഴേക്കടയിലുള്ള ജനങ്ങൾക്കിടയിലും പരിഷ്കാരികളായുള്ള നഗരങ്ങളിലും ഒക്കെ ഒരേപോലെ ആരാധിക്കപ്പെടുന്ന ഒരു സങ്കല്പമാണ് ഗണപതി. 5 ഗണപതികളെ കുറിച്ചിട്ടാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടത്. പഞ്ചഭൂതങ്ങളുടെ പ്രതീകങ്ങളായിരിക്കുന്ന 5 ഗണപതിമാർ, പിന്നെ നക്ഷത്രങ്ങളുടെ പേരിലുള്ള 27 ഗണപതിമാർ വരെയും. ഈ ഗണപതി സങ്കല്പം പൊതുവേ എന്നൊക്കെ പറയാറുള്ളത്, ഗണപതിയെക്കുറിച്ച് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഗണപതിൻ്റെ ആയുധങ്ങളും ഈ ഗണപതിൻ്റെ അപ്പിയറൻസ് ഇതൊക്കെ ഒരു കോൺട്രാഡിക്ടറി ആയിട്ട് കാണാം നമുക്കെപ്പോഴും. ഈ കോൺട്രാഡിക്ടറി എന്ന് പറഞ്ഞ നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞിരിക്കുന്ന അദ്ദേഹം പറഞ്ഞത് ഈ യാമളങ്ങളിലൊക്കെ പരാമർശിക്കപ്പെട്ട പോലെ പരസ്പരം സാമ്യാവസ്ഥയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ പരസ്പരം യോജിച്ചുകൊണ്ടിരിക്കുന്ന ആയുധങ്ങളോ കൈകളിലെ അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. ഈ കോൺട്രഡിക്ടറി എന്ന് പറയുന്ന സമയത്ത് അതേ സമയത്ത് തന്നെ നമ്മളൊരു ബാലൻസ് ആണെന്ന് മനസ്സിലാക്കണം. ക്ലാസ് ഒരു ഭാഗത്ത് മാത്രം ആയി നിന്നാൽ ശരിയാവില്ല, അപ്പം ബാലൻസ് ചെയ്യുന്ന തരത്തിലായിരിക്കും എപ്പോഴും ഉണ്ടാവുക. ഗണപതി സംഘത്തിൽ പ്രത്യേകിച്ച് നമുക്ക് കാണാൻ കഴിയും. ഇതിലും മാത്രമൊന്നുമല്ല, പല ഇതിൻ്റെ അകത്തും ഇപ്പം ഇവിടെ പരാമർശ വിഷയം ഗണപതി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമാണ്. പിന്നെ ഗണപതി എന്ന് പറയുന്നത് ഗണപതിയുടെ വാഹനം എലിയാണ് നമുക്കറിയാം, അല്ലെങ്കിൽ എലിയാണ് വാഹനമായിട്ട് വെച്ചിരിക്കുന്നത്. വളരെ പോപ്പുലറായിട്ടാണ് ഉള്ളതാണ്. തന്ത്രത്തിലൊക്കെ പൊതുവേ നമ്മൾ പരാമർശിക്കപ്പെടാറുള്ളത് ബുദ്ധിയുടെ അതേപോലെ കാരികതയുടെ കായികശേഷിയൊക്കെ പ്രതീകങ്ങളാണ് ഗണപതിയെ. ലാളിത്യത്തിൻ്റെ പ്രതീകമാണ് ഗണപതി. ഇതൊക്കെ ഗാണപത്യ മതപ്രകാരം നമുക്ക് സൗരം, ഗാണപത്യം, സ്കാന്തം ഇത്തരത്തിൽ ഒരുപാട് മത ഭാവങ്ങളുണ്ട്. നമ്മളിപ്പം ബ്രഹ്മത്തിൻ്റെ അദ്വൈതത്തിൽ ബ്രഹ്മത്തിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഗണപതിയെ സങ്കല്പിച്ച ഗണപതിയാണ് അവരെ സംബന്ധിച്ച് ബ്രഹ്മം, സുബ്രഹ്മണ്യനെ സങ്കല്പിച്ച സുബ്രഹ്മണ്യനാണ് പരബ്രഹ്മം. അത് അങ്ങനെയാണ് ഈ മതഭേദങ്ങൾ വരുന്നത്. പിന്നെ ഓരോരുത്തരെ ടേസ്റ്റിനനുസരിച്ച് എന്നാണ് പറയാറുള്ളത്. അതും ആധുനിക സയൻസിൽ ജീനും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് പഠനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഒരു തരം ആട്രിബ്യൂഷൻ ആണ്, ഒരു തരം ആരോപിക്കലാണെന്നും പറയുന്നുണ്ട്. എന്തായാലും ശാസ്ത്രത്തിൻ്റെ ചിന്ത വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അത്തരത്തിലൊരു ചിന്ത നമ്മളെ ഇടയിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ പ്യുവറായിട്ടുള്ള തന്ത്രത്തിൻ്റെ ഭാഷയിൽ 3 തരത്തിലാണ് ഉപാസന വരുന്നത്. അതിന് 3 ഘട്ടങ്ങളാണുള്ളത്: പശു സാധന, വീരസാധന, ദിവ്യസാധന. അപ്പോൾ ഇവിടെ പരാമർശിക്കപ്പെട്ട എല്ലാ സംഭവങ്ങളും നമ്മൾക്ക് പശു ആരാധന അല്ലെങ്കിൽ പശു ഉപാസന, പശു ഒരു ഘട്ടമാണത്. ആ ഘട്ടത്തിൽ നമുക്ക് നമ്മളെ ഉപാസിക്കപ്പെടുന്ന എന്തിനാണോ ഉപാസിക്കുന്നത് അതിനോടുള്ള ഭക്തി പരമായിരിക്കുന്ന കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് അത് പശു ആരാധനയായിട്ട് മാറും. പിന്നെ അടുത്തതാണ് വീരസാധന എന്ന് പറയും. അതിൻ്റെ അകത്ത് ഈ ബലി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്താണ് വരിക. പിന്നെ ദിവ്യസാധന, നമുക്ക് ഈ ആദ്യത്തെ 2 ഘട്ടങ്ങൾ കഴിഞ്ഞ് ദിവ്യസാധന എന്ന് പറയുന്ന ഡെഡിക്കേറ്റ് കാര്യങ്ങളായി തീരുക. ശിവം ഭൂത്വ ശിവം. ഗണപതിയാണെങ്കിൽ ഗണപതി എന്ന് പറയുന്ന ആ ബോധമുണർന്ന് കഴിയുക. ഇതിലേക്കാണ് ഈ ഇത്തരം സാധനയുടെ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ എത്തിച്ചേരേണ്ടത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ഒരു കാര്യത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ എന്തും ഇവിടെയുള്ള പല ആളുകളും അക്കാഡമിക് സ്പിരിറ്റോട് കൂടി പഠിക്കാൻ തയ്യാറാവുന്ന സമയത്ത് അത് ആ നിലയിൽ പഠിച്ചു പോകണം. അല്ലാതെ നമ്മൾ എല്ലാം വേദത്തിലാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വേദത്തിൽ കൊണ്ടുപോയി കെട്ടിക്കഴിഞ്ഞാൽ അത് ക്ലോസ് ആയി. വേദത്തിന് സമാന്തരം
ഇവിടെ തത്വശാസ്ത്രങ്ങൾ വളർന്നു വന്നിട്ടുണ്ട് എന്ന് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാതെ എഴുതുന്നതെല്ലാം ഗവേഷണത്തിനൊന്നും സ്കോപ്പില്ല, അക്കാഡമിക് പഠനത്തിനൊന്നും സ്കോപ്പില്ല. അതാണോ എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ അവിടെ കൊണ്ടുപോയി കെട്ടാൻ പാടുള്ളൂ. കേരളത്തിലെ സമ്പ്രദായം എന്ന് പറയുന്നത് വൈദികവും താന്ത്രികവും ഒക്കെ കൂടെ കൂടിക്കഴിഞ്ഞ ഒരു അവിയൽ സങ്കല്പമാണ്. നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് വേർതിരിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളൊരു മിടുക്ക്. അതെല്ലാവരും അവർ കഴിയുന്ന രീതിയിൽ അവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് എനിക്കിത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ അർപ്പിക്കുന്നു. നന്ദി.